ആശാ വർക്കേഴ്സിനുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി ജെ പി നദ്ദയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് പി സന്തോഷ് കുമാർ എം പി. ഫണ്ട് ചെലവാക്കിയതിൻ്റെ രേഖകൾ നവംബറിൽ തന്നെ കേരളം നൽകിയിട്ടുണ്ടെന്ന് പി സന്തോഷ് കുമാർ 24നോട് പറഞ്ഞു. കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക എപ്പോൾ കൊടുക്കുമെന്ന ചോദ്യത്തിന് ഒന്നും കൊടുക്കാനില്ല, നമ്മൾ മറുപടി കിട്ടി. അത് കേരളത്തിൻ്റെ നിയമസഭയിൽ വെച്ച കണക്കുകൾ പ്രകാരവും മന്ത്രി പലതവണ പറഞ്ഞ കണക്കുകൾ പ്രകാരവും തെറ്റായ ഒരു കാര്യമാണ്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേരളം നവംബർ മാസം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും കേരളം ചെലവഴിച്ച പണമാണ്. 100 കോടിയുടെ കണക്കോടെ പറഞ്ഞത് ആ സ്കീം പ്രകാരം 630 കോടി രൂപ കേരളത്തിന് കിട്ടണം NHMൽ. അതിൽ 100 കോടിയോളം ആശാ വർക്കർമാർക്കുള്ള ഡ്യൂ ആണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ സഭയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ വസ്തുക്കളെല്ലാം വെച്ചുകൊണ്ട് വളരെ ആരോഗ്യകരമായ ഒരു സംസ്ഥാന കേന്ദ്ര ബന്ധമാണ് ഉണ്ടാവേണ്ടത്. അതിന് വിഘാതമാണ് ഈ പ്രസ്താവന. സഭയാകെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു എന്നൊരു സംശയമില്ല. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ജെ പി നദ്ദ പറഞ്ഞത് ശരിയായില്ല എന്നാണോ സന്തോഷ് കുമാറിന്റെ അഭിപ്രായം? പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു രാജ്യസഭയിൽ ജെ പി നദ്ദ. അതിൽ പറഞ്ഞത് ഈ കേരളത്തിൽ ഇനി കേന്ദ്രം ഫണ്ടൊന്നും തന്നെ കൊടുക്കാനില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ജെ പി നദ്ദയുടെ മറുപടി. എന്നാൽ അത് അങ്ങനെയല്ല, അദ്ദേഹം സഭയെ ആകെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പി സന്തോഷ് കുമാർ 24നോട് പറഞ്ഞിരിക്കുന്നത്. ഈ കൃത്യമായിട്ടുള്ള കണക്കുകൾ, ഈ ഫണ്ട് ചെലവാക്കിയതിന്റെ കണക്കുകളടക്കം കേരളം നൽകിയിട്ടില്ല എന്നും ജെ പി നദ്ദ പറഞ്ഞിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമാണെന്നും സന്തോഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഫണ്ടിന്റെ ഇത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ചെലവാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നവംബറിൽ തന്നെ കേരളം കേന്ദ്രത്തിന് നൽകിയതാണെന്നും പി സന്തോഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ജെ പി നദ്ദയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് സന്തോഷ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ നോട്ടീസ് നൽകുമെന്നുള്ളത് തന്നെയാണ്. സഭയെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ കേരളത്തിലെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആശാ വർക്കർമാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഡൽഹിയിൽ നിന്നാണ് വിനീത പറഞ്ഞത്.